അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര ഈ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇവർക്ക് ശുക്രൻ ലഗ്നത്തിൽ ആണ്, സ്വക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു ആകർഷണീയത, മറ്റുള്ളവരിൽ നിന്ന് തങ്കലേക്ക് ഒരു ആകർഷണീയത കൂടും. സൗഭാഗ്യങ്ങളുമൊക്കെ ഉണ്ടാകും. അവരവരുടെ വ്യക്തിത്വത്തിലും കുറച്ച് ആകർഷണീയതയും ഒക്കെ വർദ്ധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ആദരവ് പിടിച്ചു പറ്റാനും ഒക്കെ സാധിക്കുന്നതാണ്. ആയതുകൊണ്ട് തന്നെ അവരവരുടെ ജോലിയിൽ, പ്രൊഫഷനിൽ ഒക്കെ കൂടുതൽ എക്സൽ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതാണ്. പുതിയ അവസരങ്ങൾ ജോലിയിലും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വ്യാപാര കാര്യങ്ങൾ, അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്കോ ബിസിനസ് ചെയ്യുന്നവർക്കോ ഒക്കെ കൂടുതൽ നേട്ടം ഉണ്ടാകാൻ സാധിക്കും. സാമ്പത്തികമായിട്ടും അവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും. വരുമാന വർധനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു സന്തോഷവും ഒരു അന്തരീക്ഷം കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകും. ദാമ്പത്യത്തിൽ ഒക്കെ കൂടുതൽ സൗഹൃദമായിരിക്കും. പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി ഇരിക്കാനുള്ള ഒരു കാലമാണ് ഇത്. ഇവർക്ക് മഹാലക്ഷ്മിയെ പൂജിക്കുക, അഥവാ മഹാലക്ഷ്മി സ്തവം ജപിക്കുക. അതുപോലെ ദീപം, വൈകുന്നേരം സന്ധ്യാസമയത്ത് മഹാലക്ഷ്മിക്ക് ദീപം തെളിയിക്കുക. ഇതൊക്കെ ഒരു പരിഹാരമായിട്ട് പറയാവുന്നതാണ്.